ആദ്യമേ പറഞ്ഞു തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരും ഭാഗവത വിദ്യാർത്ഥികളാണ്. എല്ലാവരും ഭാഗവതം വേണം എന്ന നിലയ്ക്ക് പഠിക്കുന്നവരുമാണ് ഈ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ഈ ഇരിക്കുന്നതിൽ ഭൂരിപക്ഷം. അപ്പോൾ അങ്ങനെയുള്ള സദസ്സുകളിൽ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് പോകാനും വലിയ ഇഷ്ടമാണ്. എന്താ വെച്ചാൽ ഇതിൽ നിന്ന് കവിഞ്ഞ് മറ്റൊന്നും പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല. ആധികാരികമായിട്ട് ഭാഗവതത്തിലൂടെ മാത്രം നീങ്ങിയാൽ മതി. ഇതല്ലാതെ വേറെ യാതൊരു സംഗതികളും വേണ്ടതായിട്ട് വരില്ല. ഇപ്പോൾ ചിലയിടങ്ങളിൽ ആദ്യമായിട്ടൊക്കെ സപ്താഹം നടക്കുന്ന ഇടങ്ങളിലൊക്കെയാണ് പോണെന്ന് വെച്ചാൽ പല പല വേഷങ്ങളും ചിലപ്പോൾ കെട്ടേണ്ടതായിട്ട് വരാറുണ്ട്. അത് പ്രാരബ്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രം കരുതിയാൽ മതി. അലങ്കാരങ്ങൾ, മറ്റ് ഘോഷങ്ങൾ, അതേപോലെ മറ്റ് പല പല സംഗതികൾ. എന്നാൽ വിരലിൽ എണ്ണാവുന്ന സദസ്സുകളിൽ ഒന്നിലാണ് ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത്. നല്ല ബോധമുണ്ട്. എന്താ വെച്ചാൽ ഈ മുഖങ്ങൾ കണ്ടാൽ അറിയാം, വളരെ സന്തോഷമുണ്ട്. ഭാഗവതമായിട്ട് കേൾക്കണം, പഠിക്കണം എന്ന ആ ഒരു ഉദ്ദേശത്തിലാണ് ഇന്ന് ഈ സദസ്സ് എത്തിയിരിക്കുന്നത്. എത്രയോ വർഷങ്ങളായി ഇവിടെ സപ്താഹം തുടങ്ങിയിട്ട്. ഇപ്പം എത്രയൊന്നും എനിക്കറിയില്ല, അത് നോക്കി വയ്ക്കും വേണ്ട. അത് പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ അത് അഹങ്കാരത്തിന് കാരണമായിട്ട് മാറും. ഞാൻ ഇത്രാമത്തെയായി. അതുകൊണ്ട് ഓരോരോ സപ്താഹങ്ങളിലിരിക്കുന്ന സമയത്തും പഴയകാല ആചാര്യന്മാർ പറയുന്നത് വെച്ചാൽ ഒന്നാമത്തെ സപ്താഹത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ ഇരിക്കുക. എങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു അഹം എന്നത് ഒഴിഞ്ഞിട്ട് ആ ഭഗവാനോട് കൂടുതലായിട്ട് അടുക്കാനായിട്ട് സാധിക്കും. ഭാഗവത ഭ-ഗ-വ-ത. ഇപ്പോൾ 4 അക്ഷരങ്ങളാണത്. അപ്പോൾ ഈ 4 അക്ഷരങ്ങൾ നല്ല സന്ദേശമാണ് നമുക്ക് തരുന്നത്. ബശബ്ദ കീർത്തിവചന. ഒന്നാമത്തെ അക്ഷരം ഏതാ? ഭായാണ്. ഈ ഭ എന്ന അക്ഷരാവട്ടെ ഈശ്വരൻ്റെ കീർത്തിയെ അവിടെ സൂചിപ്പിക്കുന്നു. എന്താ വെച്ചാൽ ഈശ്വര മഹത്വമല്ലാതെ വേറൊന്നും ഇവിടെ പറയുന്നില്ല. മഹാഭാരതം രചിച്ചു കഴിഞ്ഞ സമയത്ത് ശ്രീനാരദര് വ്യാസരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഒന്നും കൂടി അങ്ങ് പ്രയത്നിക്കൂ, അതിൽ പൂർണ്ണമായിട്ടും ഭഗവത് മഹത്വം മാത്രമായിട്ട് തീരട്ടെ എന്നാണ്. അതാണ് ബശബ്ദ കീർത്തിവചന, ആദ്യത്തെ അക്ഷരം. ഇനി ഗശബ്ദജ്ഞാനവാചക, രണ്ടാമത്തെ അക്ഷരമാണ് ഗ. ഈ ഗ എന്ന അക്ഷരാവട്ടെ അറിവിൻ്റെ പ്രതീകമാണ് എന്നാണ്. സാധാരണ സപ്താഹ വേദികളിൽ കേൾക്കാം, രാവിലെ ഒരു സമൂഹ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ നമ്മളൊക്കെ പറയണ എന്താ? മത് അജ്ഞാനം വിനാശയ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭാഗവതം പഠിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭാഗവതം കേൾക്കുന്നത്? മത് അജ്ഞാനം, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളതായിരിക്കുന്ന അജ്ഞാനം ഇല്ലാതായിത്തീരാൻ. തമസോമ ജ്യോതിർഗമയ. ആ തമസ്, അജ്ഞതയാകുന്ന ആ ഒരു അന്ധകാരം പൂർണ്ണമായിട്ടും ഇല്ലാതായി കഴിഞ്ഞാൽ അവിടെ അന്ന് നന്നായിട്ട് പ്രകാശിക്കുന്നു. ഈ പരമജ്യോതിസ് ജ്ഞാനപ്രകാശം ഉണ്ടാകുന്നു. അതാണ് രണ്ടാമത്തെ അക്ഷരം, മറക്കരുത്. ഗശബ്ദ ജ്ഞാനവാചക. ഇനി മൂന്നാമത്തെ അക്ഷരമാണ് വ. ഈ വായെ 2 തരത്തിൽ പറയും. ഒന്ന് സർവേഷ്ട വചന വ, ഏവർക്കും സ്വീകാര്യമായതെന്നാണ്. അസ്വീകാര്യമായ ഒരു കാര്യവും ശ്രീമദ് ഭാഗവതം നമ്മളോട് പറയുന്നില്ല. ഇപ്പോൾ മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചിലതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഭാഗവതം അങ്ങനെയല്ല. സ്വീകാര്യമല്ലാത്തതായ ഒരു സംഗതികളും അത് അനുകൂലിക്കുന്നവർക്കും പ്രതികൂലിക്കുന്നവർക്കും ഇരുകൂട്ടർക്കും സ്വീകാര്യമായ സംഗതികൾ മാത്രമേ ഭാഗവതം പറയുന്നുള്ളൂ. ഇനി മറ്റൊരു ശൈലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗവതം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ ഉപകാര വാസനാനാശം, വാസനകൾ ഉള്ളിൽ നിന്ന് ഇല്ലാണ്ടായി തീരണം എന്ന് പറയും.
അപ്പം എന്ത് ഈ വാസനകൾ വെച്ചാൽ അതിസൂക്ഷ്മമായിട്ടുള്ള ഓർമ്മകൾ എന്നർത്ഥം. ആ വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കുന്നതായ ആ വാസനകളെ പൂർണ്ണമായിട്ടും ഇല്ലാതായി തീർക്കുക. ഇനി ഏറ്റവും അവസാനമായിട്ട് ത എന്ന അക്ഷരമാണ്. തം ച തത്വവിസ്താര. ഈ ത എന്ന അക്ഷരം തത്വവിസ്താരത്തെ എടുത്തു കാണിക്കുകയാണ്. ഒരുപാട് കഥകൾ, ഇപ്പോൾ ശ്രീമദ് ഭാഗവതം ഒരുപാട് കഥകൾ, ഇവിടെ ഇരുന്ന് 7 ദിവസം ഇരുന്ന് പറയാനുള്ളത്, 7 ദിവസത്തിൽ 6 ദിവസം ഇരുന്ന് പറയാനുള്ളത് കഥകൾ തന്നെയാണ്. പക്ഷെ സത്യത്തിൽ ആ കഥകൾ മാത്രം കേട്ട് പോലല്ല ഈ ഭാഗവത്തിൻ്റെ ഉദ്ദേശം. ആ കഥയിലൂടെ കഥയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുള്ളതായ ആന്തരികമായിട്ടുള്ള തത്വത്തെ കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കണമെന്ന്. ഇന്നോ നാളെയോ എന്നല്ല, കാലം കൊണ്ട് എന്നർത്ഥം. ഇപ്പോൾ ഇരിക്കുന്ന ഈ സദസ്സ് തുടർച്ചയായിട്ട് സപ്താഹം കേൾക്കുന്നവരാണ്. അപ്പോൾ ഓരോരോ സപ്താഹങ്ങൾ അല്ലെങ്കിൽ ഇതേപോലുള്ള സത്സംഗങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് എന്താ വേണ്ടത്? ക്രമത്തിൽ നമ്മുടെ മനസ്സിനെ ഉയർത്തേണ്ടതായിട്ടുണ്ട്. എന്നും ആരും 1-ാം ക്ലാസ്സിൽ ഇരിക്കാറില്ല. പതുക്കെ 2ലേക്ക് പോകും, പതുക്കെ 3ലേക്ക് പോകും, പതുക്കെ 4ലേക്ക് പോകും. അങ്ങനെ പടിപടിയായിട്ടാണ് നമ്മളെല്ലാവരും ഉയർന്നു വരാറ്. അപ്പം എന്താ വേണ്ടത്? ഭാഗവതം, ആ ഭാഗവതത്തോടൊപ്പം യാത്ര ചെയ്ത് ഈ വക്താവും ഈ ശ്രോതാക്കളും ഒരേപോലെ ഉയർന്നു വരണം എന്ന് പറയും. ആരും മോശക്കാരില്ല. അങ്ങനെ ഒരേപോലെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അന്ന് ഏകാദശത്തിൽ പറയുന്ന ഒരു സംഗതി, അതായത് ഋഗ്വേദത്തിലെ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥത്തെ ശ്ലോക രൂപത്തിൽ വ്യാസഭഗവാൻ ഏകാദശത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആചാര്യ അരണി അദ്യ അന്തേവാസ്യുത്തരാരണി തത് സന്ധാനം. അതായത് വിദ്യാസന്ധി. നല്ല ഒരു ഗുരുവും നല്ലൊരു ശിഷ്യനും ചേർന്ന് കഴിഞ്ഞാൽ അരണികൾ പോലെയാണെന്ന് പറഞ്ഞു. ഈ അരണി കടയുന്ന സമയത്ത് അവിടെ അഗ്നി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരേപോലെ നമുക്ക് ഉയർന്നു വരാൻ സാധിക്കുകയാണെങ്കിൽ ഈ വക്താവിനും അതുപോലെ ശ്രോതാവിനും അതുപോലെ പ്രേക്ഷകർക്കും ഒരേപോലെ ഉയർന്നു വരാൻ സാധിക്കുകയാണെങ്കിൽ അന്ന് ഈ നാട്ടിൽ പ്രകാശിക്കുന്ന ആ ഒരു പ്രകാശമുണ്ട്. അതാണ് ശങ്കര, സാക്ഷാൽ മഹാദേവര്. ജ്ഞാനമാകുന്ന ആ ഒരു പ്രകാശം അന്ന് നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതുവരെ നമുക്ക് കാത്തിരിക്കണം. അതുവരെ ക്ഷമയോടുകൂടി ഈ ഗംഗയോടൊപ്പം യാത്ര ചെയ്യണം. ഭാഗവതമാകുന്ന ഈ ഗംഗയോടൊന്നിച്ച് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും വേണം. ഏതുവരെ എന്ന് ചോദിച്ചാൽ ഇത് നിശ്ചലമാകുന്നത് വരെ. എന്നാണോ ഇത് നിശ്ചലമാകുന്നത് അതുവരെ ബാഹ്യമായിട്ട് പലതും ഉണ്ടാവാം. നമ്മളൊക്കെ ലൗകിക ജീവികളാണ്, അല്ലേ? പൂർണ്ണമായിട്ടും ആധ്യാത്മിക ജീവികളൊന്നും അല്ല നമ്മൾ. ഇനി എന്തൊക്കെ വേദാന്തം ഇവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറച്ചപ്പുറത്ത് വല്ല മധുരപലഹാരത്തിൻ്റെയോ അല്ലെങ്കിൽ പപ്പടത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് പദാർത്ഥങ്ങളുടെയോ ഗന്ധം വന്നു കഴിഞ്ഞാൽ അറിയാതെ ശ്രദ്ധ അങ്ങോട്ട് പാളും. നല്ല ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയിട്ടിരിക്കും. നല്ല പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ആസ്വദിക്കും. ഇതൊന്നും വേണ്ടാന്ന് ആരും പറഞ്ഞിട്ടില്ല, ഭാഗവത്തിലൊന്നും പറഞ്ഞിട്ടില്ല. വേണം, പക്ഷേ മുഴുവൻ സമയവും അതാവണ്ട. ഇടയിൽ എന്താവട്ടെ? ഇടയിൽ ആധികാരികമായിട്ട് ഭാഗവതം പഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതാണ് അവസാനത്തെ അക്ഷരം തം ച തത്വവിസ്താര. ഈ കഥകൾ പലതും പറയും, കഥകളിൽ പലതും പറയും. പക്ഷേ ഈ കഥകളിലൂടെ ആന്തരികമായ ആ സത്തയെ എടുക്കാൻ നമുക്ക് സാധിച്ചിരിക്കണം. കഥകൾ പറയുന്നത് സന്ദർഭോചിതമായിട്ട് മാത്രമാണ്. അതുകൊണ്ട് സപ്താഹങ്ങൾക്ക് ശ്രദ്ധിച്ചോളൂ, ആരും ഭാഗവതം പൂർണ്ണമായിട്ടും ഇരുന്നിട്ട് പറയാറില്ല. ഇപ്പോൾ വ്യാസർ എഴുതിയ ഓരോരോ ശ്ലോകമായിട്ട് പൂർണ്ണമായിട്ടും ആർക്കും പറയാൻ സാധിക്കില്ല ഒരു സപ്താഹത്തിനകത്ത്. വേണമെങ്കിൽ ഒരു കൊല്ലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സൗകര്യം പോലെ പറയാമെന്നല്ലാതെ ഈ സപ്താഹത്തിനകത്തിരുന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ വേണ്ടത് എന്താ? കേൾക്കുന്ന കഥയിൽ നിന്ന് ആ കഥയിലെ കഥയല്ലാത്ത ഭാഗത്തെ കടഞ്ഞെടുക്കാനാണ് നാം എപ്പോഴും ശ്രമിക്കേണ്ടത് എന്ന് അർത്ഥം. കഥകൾ സന്ദർഭോചിതം എന്ന് എടുത്തു പറയാൻ കാരണം, ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നാളെ നമുക്കൊരു കഥ കേൾക്കാനുണ്ട്. അശ്വത്ഥമാവിനെ അർജുനൻ പിടിച്ച് കെട്ടിക്കൊണ്ടുവരുന്ന ഒരു കഥ കേൾക്കാനുണ്ട്. ആ അശ്വത്ഥമാവിനെ അർജുനൻ പിടിച്ച് കെട്ടിക്കൊണ്ടുവന്ന് ദ്രൗപദിയുടെ മുമ്പിൽ കൊണ്ടിടും.
ഇതേ കഥ ഇതേ കർത്താവായിരിക്കുന്ന വ്യാസര് രചിച്ച മഹാഭാരതം വായിക്കുമ്പോൾ അവിടെ അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുന്നത് അർജുനനല്ല, പകരം ഭീമസേനാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്, കഥയിൽ എന്തോ പറയുമല്ലോ, കഥയിൽ ചോദ്യമില്ല. ഇനി പതുക്കെ ദശമത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു ഉദാഹരണം മാത്രമാണ് പറയുന്നത്. സന്താനഗോപാലൻ എന്നൊരു കഥയുണ്ട്. ശ്രീമദ് ഭാഗവത്തിലൂടെ നമ്മൾ നീങ്ങുന്ന സമയത്ത് അവിടെ ഈ സന്താനഗോപാല കഥ പറയുമ്പോൾ അവിടുത്തെ ബ്രാഹ്മണന് 10 ഉണ്ണികളുണ്ട്. ഈ 10ാമത്തെ ഉണ്ണിയാണ് സശരീരോ വിഹായസ, ദേഹത്തോട് കൂടിയിട്ട് മുകളിലേക്ക് പോയത്. ഈ ഭാഗവതം രചിച്ചതാര? വേദവ്യാസനാണ്. എന്നാൽ ഇതേ വേദവ്യാസൻ രചിച്ച മഹാഭാരതത്തിൽ ഇതേ കഥ പറയുന്നുണ്ട്. എന്നാൽ അവിടുത്തെ ബ്രാഹ്മണനാണെങ്കിൽ 10 ഉണ്ണികളൊന്നുമില്ല, 4 ആളേ ഉള്ളൂ. ബാക്കി 6 ആളിവിടെ പോയി, 4 ആളേ ഉള്ളൂ. അതിൽ ഈ 4ാമത്തവനാണ് സശരീരോ വിഹായസ, 4ാമത്തെ ഉണ്ണി അതാ ദേഹത്തോട് കൂടിയിട്ട് മുകളിലേക്ക് പോയതാണ്. അപ്പോഴും ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്ന് മാത്രം, കഥയിൽ ചോദ്യമില്ല. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ എവിടുന്ന ഉണ്ടാവുന്നത്? ആശയങ്ങളിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. ഇത് ആശയമാണ്. ഭാഗവതം എന്ന് പറഞ്ഞത് ഇതൊരു ആശയമാണ്. ഭാഗവതാവട്ടെ, രാമായണാവട്ടെ, ഗീതയാവട്ടെ, ഇതൊക്കെ ആശയങ്ങളാണ്. അപ്പോൾ ഈ നല്ല ആശയങ്ങളെ മനുഷ്യ മനസ്സിലേക്ക് എത്തിക്കുക. ഇപ്പോൾ സപ്താഹം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി എന്ന് പറയും. എപ്പോഴാണ് പറയുക? ഇപ്പോൾ ഒരു സപ്താഹം കഴിഞ്ഞു, 5000 6000 ആളുകൾ സപ്താഹം കേൾക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത്? എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടാവേണ്ടത്? കുറേ ആൾക്കാർ വന്നു പോയി, അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഒരു സപ്താഹം കഴിഞ്ഞു, ആ സപ്താഹം കഴിഞ്ഞതോട് കൂടിയിട്ട് ആ ക്ഷേത്രത്തിൽ കൊടിമരം സ്വർണം പൂശാനുള്ളൊരു സമ്പത്ത് അവിടെ ബാക്കിയുണ്ടായി. ശ്രദ്ധിക്കണേ, അറിവുള്ളവർ അത് ഇതുപോലെയുള്ള ജ്ഞാനയജ്ഞങ്ങളുടെ വിജയമായിട്ട് പറയാറില്ല, വ്യാഖ്യാനിക്കാറില്ല. എന്നാൽ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു സങ്കേതത്തിൽ ഒരു സപ്താഹം പോലെയുള്ള ഒരു ജ്ഞാനയജ്ഞം കഴിഞ്ഞു. ആ വന്നിരിക്കുന്ന ശ്രോതാക്കളിൽ ഒരു 100 പേരിൽ ഒരു 2-3 പേരെങ്കിലും, 2-3 ആളുകളെങ്കിലും ഈ ആധ്യാത്മിക പഥത്തിലൂടെ ചലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, മനസ്സ് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ, സാത്വികതയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ ഒരാൾ മതി, അധികമൊന്നും വേണ്ട, ഒന്നേ വേണ്ടു. ആ ഒന്ന് ഈ ആധ്യാത്മിക പഥത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അന്ന് പറയാം, എന്ത് പറയാം? ഇതുപോലെയുള്ള ജ്ഞാനയജ്ഞങ്ങൾ നല്ല ഒരു വഴിക്കാണ് പോകുന്നത്, അഥവാ വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയാം. യാൻ ശ്രദ്ധയാ ആചരൻ, അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അടിപരിയിട്ടുകൊണ്ട് പറഞ്ഞത്. ഏത് കാലം വരെ, ഇതിപ്പോൾ അനവധി കാലം വായിച്ചു എന്നോ അനവധി കാലം കേട്ടു എന്നോ അനവധി കാലം പറഞ്ഞു എന്നോ എന്ന് കരുതി ആരും എവിടെയും എത്തുന്നില്ല. പക്ഷെ എത്തും. എപ്പോഴാണ് എത്തുന്നത്? യാൻ ശ്രദ്ധയാ ആചരൻ മർത്യ മൃത്യും ജയതി ദുർജയം. ഇത് ക്രമത്തിൽ ഇങ്ങനെ വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ വായിക്കുന്നതിനോടൊപ്പം ഇത് മനസ്സിലാക്കുന്നു. ഇത് മനസ്സിലാക്കുന്നതിനോടൊപ്പം നമ്മുടെ ഭാഷ, നമ്മുടെ ചലനങ്ങൾ, നമ്മുടെ ചിന്തകൾ, ഇതൊക്കെ ഈ പഥത്തിലേക്ക് നീങ്ങുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള യജ്ഞങ്ങൾ. അല്ലാതെ ഭൗതികമായിട്ടോ ലൗകികമായിട്ടോ ഒന്നും ഇതൊന്ന് പ്രതീക്ഷിക്കരുത്, ഒന്നും പ്രതീക്ഷിക്കരുത്.